ഗൗരവതരമായ രീതിയിൽ തിരുത്താൻ കൂട്ടാക്കാതെ കത്തോലിക്ക വിശ്വാസിക്ക് കാനൻ നിയമലംഘനത്തോടെ കുറ്റത്തിൽ തുടരുമ്പോൾ വലിയ മഹറോൻ ശിക്ഷയിലൂടെ ആ വ്യക്തിയെ സഭാസമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന വിധി പ്രഖ്യാപിക്കുവാൻ പ്രത്യേക ട്രൈബ്യൂണലിന് സാധിക്കുമെന്ന് പ്രത്യേക ട്രൈബ്യൂണൽ ജഡ്ജി ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ. പ്രത്യേക ട്രൈബ്യൂണലിന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ശിക്ഷകൾ ഏതൊക്കെയെന്ന കാര്യത്തിലാണ് ഫാദർ പാമ്പാറ വ്യക്തത വരുത്തിയത്. പൗരസ്ത്യ കാനോന സംഹിതയനുസരിച്ച് 3 ന്യായാധിപന്മാരടങ്ങുന്ന ഒരു ട്രൈബ്യൂണലിന് കാനൻ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഏത് ശിക്ഷയും കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ച് വിധിക്കാനാവും. ആദ്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഭാ ട്രൈബ്യൂണലുകൾ രാജ്യത്തെ കോടതികളിൽ നിന്നും തുലോം വ്യത്യസ്തമാണ് എന്നതാണ്. സഭയുടെ ട്രൈബ്യൂണലുകൾ മതകോടതികളല്ല. രാജ്യത്തിന്റെ കോടതികൾക്ക് മരണശിക്ഷ, കാരാഗ്രഹവാസം തുടങ്ങിയ മനുഷ്യാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന ശിക്ഷകൾ വിധിക്കുവാനാകുമ്പോൾ കത്തോലിക്ക സഭയുടെ ട്രൈബ്യൂണലുകളുടെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക അഥവാ വലിയ മഹറോൻ ശിക്ഷ വിധിക്കുക എന്നതാണ്. ഏത് സംഘടനയിലെ അംഗവും ആ സംഘടനയുടെ നിയമാവലി അനുസരിക്കുന്നവർക്കായി മാത്രം പരിമിതപ്പെടുത്തിയിട്ടുള്ളതുപോലെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളെല്ലാം ആ സഭയുടെ നിയമാവലിയായ കാനൻ നിയമം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ വൈദികരെ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് സസ്പെൻഷൻ, ഡിസ്മിസൽ തുടങ്ങിയ ശിക്ഷകൾക്ക് വിധേയരാക്കുവാനും ഈ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. എന്നാൽ വൈദികരല്ലാത്ത വിശ്വാസികളെ, അതായത് സന്യസ്തരും അൽമായരുമായവരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കുന്ന ചെറിയ മഹറോൻ ശിക്ഷ തുടങ്ങി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൽ നിന്നും പരസ്യമായ ദൈവാരാധന നടക്കുന്ന സമയങ്ങളിൽ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പോലും വിലക്കുവാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ ചെറിയ കുറ്റങ്ങൾക്ക് ധ്യാനം, ഉപവാസം, തീർത്ഥാടനം, പ്രത്യേക പ്രാർത്ഥന തുടങ്ങിയ പുണ്യപ്രവൃത്തികളോ ഭക്താഭ്യാസമോ ഉപവിപ്രവർത്തനങ്ങളോ ശിക്ഷയായി കുറ്റവാളിയുടെ സമ്മതത്തോടെ നൽകാവുന്നതാണ്. അതുപോലെ പരസ്യശാസന എന്ന ശിക്ഷയും ലഘുവായ ഒരു ശിക്ഷയായി കാനൻ നിയമത്തിലുണ്ട്. സ്ഥിരം കുറ്റവാളികളെ ശിക്ഷയുടെ ഭാഗമായി ഒരു അധികാരിയുടെ നിരീക്ഷണത്തിൽ കീഴിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു ശിക്ഷാരീതി. അതുപോലെ പ്രത്യേക സ്ഥലത്ത് ജീവിക്കുവാനുള്ള കൽപ്പനയോ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുകയോ ചെയ്യുന്നതായ ശിക്ഷ അൽമായർക്കൊഴിച്ച് മറ്റെല്ലാവർക്കും നൽകുവാനും ട്രൈബ്യൂണലിന് സാധിക്കും. സഭയിലെ ഉദ്യോഗങ്ങളിൽ നിന്ന് ഉദ്യോഗഭ്രഷ്ടനാക്കുക എന്നതും കുറ്റത്തിനുള്ള ശിക്ഷകളിലൊന്നാണ്. അതുപോലെ സഭയുടെ ഔദ്യോഗിക പദവികളിൽ നിന്നും ഔദ്യോഗിക സമിതികളിൽ നിന്നും ഒഴിവാക്കുന്നത് കൂടാതെ തുടർന്ന് ആ കാലഘട്ടത്തിലേക്കോ ജീവിതകാലം മുഴുവനുമോ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുവാനും പ്രത്യേക ട്രൈബ്യൂണലിന് സാധിക്കും. ഒരു വൈദികനെ ഡീക്കൻ പദവിയിലേക്ക് തരം താഴ്ത്തുന്ന ശിക്ഷാവിധിയും സാധ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ അംഗത്വത്തിൽ നിന്നോ അംഗങ്ങൾക്കുള്ള ചില അവകാശങ്ങളിൽ നിന്നോ ഒഴിവാക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യുന്ന ശിക്ഷകൾ മാത്രമേ കത്തോലിക്ക സഭയുടെ ട്രൈബ്യൂണലുകൾക്ക് നൽകുവാൻ കാനൻ നിയമത്തിൽ വ്യവസ്ഥയുള്ളൂ. ഏതൊരു സംഘടനയിലേതും പോലെ കത്തോലിക്ക സഭയിലെ അംഗത്വവും അവകാശങ്ങളും കടമകളും നിറഞ്ഞതാണ്. എന്റെ അവകാശങ്ങളെല്ലാം എനിക്ക് വേണം, എന്നാൽ എന്റെ കടമകളൊന്നും നിർവഹിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന മനോഭാവം സ്വീകാര്യമല്ല. എനിക്ക് സീറോ മലബാർ സഭയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യണം, എന്നാൽ അങ്ങനെ സേവനമനുഷ്ഠിക്കുന്നവർക്കായി സഭ നിർദ്ദേശിക്കുന്ന കാനൻ നിയമത്തിലെ നിബന്ധനകൾ പാലിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നതും ശരിയല്ല. അവകാശങ്ങളും കടമകളും പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റേതില്ല. പ്രത്യേക ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെയുള്ള അപ്പീൽ കോടതി സാധാരണഗതിയിൽ കാക്കനാട് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സാധാരണ ട്രൈബ്യൂണലാണ്. എന്നാൽ അതിനു പകരം കുറ്റക്കാരനായി വിധിക്കപ്പെട്ട വ്യക്തിക്ക് ശ്ലൈഹിക സിംഹാസനത്തിന്റെ ഉന്നത കോടതിയായ റോട്ടോ റൊമാനയെയും സമീപിക്കുവാൻ സാധിക്കും. ഏറ്റവും അവസാനത്തെ അപ്പീലുമായി വത്തിക്കാനിലെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയിലും എത്താവുന്നതാണ്. സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയുടെ കോൺഗ്രസോ എന്ന് പറയുന്ന ഫുൾ ബെഞ്ചിന്റെ വിധി അന്തിമമായിരിക്കും. അതിനുശേഷവും മാർപ്പാപ്പയ്ക്ക് ദയാഹർജി കൊടുക്കുവാനും സാധിക്കുമെന്ന് ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ വ്യക്തമാക്കുന്നു.